ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് നിങ്ങളുടെ എനർജി ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ ദ്രോഹിക്കുന്ന ഒരു സ്ത്രീ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെന്ന് തന്നെയാണ്. അത് നല്ലതൊന്നും അവർക്ക് കാണുന്നതോ അല്ലെങ്കിൽ നിങ്ങളോട് ആൾക്കാർ നല്ല രീതിയിൽ പെരുമാറുന്നതോ സ്നേഹിക്കുന്നതോ ഒന്നും അവർക്ക് ഇഷ്ടമില്ല എന്ന് തന്നെയാണ്. നിങ്ങൾ വിചാരിക്കും ഇന്നുണ്ടായിരിക്കും ഇത് എങ്ങനെയാണെന്ന്. കൂടുതൽ പേർക്കും ഈ സോഷ്യൽ മീഡിയ വഴി അങ്ങനെയൊക്കെയുള്ള പോസ്റ്റൊക്കെ ചെയ്യുന്നതൊക്കെ കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. കാരണം അവർക്കതൊന്നും ഇഷ്ടമാകുന്നില്ല തന്നെയാണ്. ഈ ദൃഷ്ടിദോഷം, കണ്ണീർ പോലുള്ളതൊക്കെ നിങ്ങൾക്ക് അവരിൽ നിന്ന് ഏൽക്കുന്നുണ്ട്. അവരങ്ങനത്തെ ഒരു സ്ത്രീയായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഒരു തരം സാഡിസ്റ്റ് സ്വഭാവമുള്ള ഒരു സ്ത്രീ മറ്റുള്ളവരെ ഇങ്ങനെ ദ്രോഹിച്ചിട്ട് ഇഷ്ടമൊക്കെ കണ്ടുപിടിക്കുന്ന തരത്തിലുള്ള ഒരു സ്ത്രീയായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ മേ ബി നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് വരെ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെ അറിയാവുന്ന ആൾക്കാരോട് നിങ്ങളുടെ ഓരോ ജീവിതത്തിലെ അപ്ഡേറ്റ്സുകളും അവരതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ആൾക്കാരോട് മാക്സിമം നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക. നിങ്ങൾക്കും രഹസ്യ ഒരു സ്വഭാവം ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും ആരോടും ഷെയർ ചെയ്യാതിരിക്കുക. അതേപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകുമ്പോഴോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലോ ഒന്നും ആരോടും മാക്സിമം പറയാതെ തന്നെ ഇരിക്കുക. നിങ്ങളുടേതായിട്ടുള്ള മാത്രം ആൾക്കാരോട് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതും ഒരു നല്ല കാര്യം തന്നെയാണ്. മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷം പതിച്ചാലും ചിലരില്ല എന്ന് പറയും, എന്നാലും അങ്ങനല്ല. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്കൊരു നല്ല കാലം വരുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും പല തടസ്സങ്ങളും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടാക്കും എന്ന് തന്നെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പം വാക്കുകളിലൂടെ ആണെങ്കിലും ചിലർ നമ്മളോട് പറയുന്നില്ലെങ്കിൽ പോലും മനസ്സിൽ മനപ്രാക്കം ഉണ്ടാവുക എന്ന് പറയത്തില്ല. അപ്പോൾ അതേപോലെയൊക്കെയുള്ള ആൾക്കാരെയൊക്കെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചുറ്റുമുള്ളവരെയൊന്നും എല്ലാവരെയും അങ്ങനെ വിശ്വസിക്കേണ്ട എന്ന് തന്നെയാണ്. നമ്മളെ തന്നെ വിശ്വസിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അത്രയും വിശ്വാസമുണ്ട്, അങ്ങനെ അത്രയും ബോധ്യമുള്ള ആൾക്കാരെ മാത്രം നമ്മൾ ജീവിതത്തിലാണെങ്കിലും മറ്റുള്ള കാര്യത്തിൽ നമ്മളെ കൂടെ കൂട്ടിയാൽ മതി എന്നാണ്. നിങ്ങൾക്ക് നല്ലൊരു കാലം വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങളാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ലൊരു സമയം വരുന്ന സമയത്ത് പോലും ഇവർ ഒരു തടസ്സമായിട്ട് നിങ്ങളെ വിഷമിപ്പിക്കാൻ അല്ലെങ്കിൽ മാനസികമായിട്ട് ഒക്കെ തകർക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന ഒരു തരത്തിലുള്ള ഒരു സ്ത്രീയാണ്. നിങ്ങൾക്കും അനുഭവം ഉണ്ടായിരിക്കുമല്ലോ. അപ്പം മാക്സിമം നിങ്ങൾ പിന്നെയും ഇവരെ കാണുന്ന സമയത്ത് പിന്നെയും ഇവരോട് ഒരുപാട് സ്നേഹം കാണിക്കാതിരിക്കുക. കാരണം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ പിന്നെയും നിങ്ങളോട് അടുത്ത് കൂടിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി, സ്നേഹത്തോടെ അത് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളത് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് അവർ നിങ്ങളെ ദ്രോഹിക്കുന്നതായിട്ട് മറ്റുള്ളവർ വഴിയും നിങ്ങളെ ദ്രോഹിക്കുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്കിത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇവരുമായിട്ട് നിങ്ങൾ അധികം നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇവരങ്ങനെയാണ്. ഇവരുടെ മനസ്സിൽ മറ്റൊന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ അടുത്ത് നല്ല പോലെ സംസാരിക്കുന്നത്. നിങ്ങളോട് വിദ്വേഷം ഉള്ളിൽ വെച്ചിട്ട് നല്ല രീതിയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് ശ്രമിക്കുന്നതാണ്. അല്ലാതെ അവർക്ക് നിങ്ങളോട് സ്നേഹമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് വരുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അവർ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ അത് മനഃപൂർവ്വം നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് നല്ലത് തന്നെ ഉണ്ടാകും.